നന്നായി മക്കളെ. നാടൻ മുട്ട കിട്ടിയില്ലാച്ചാ ഇന്നിവിടെ കിടത്തി പൊറപ്പിക്കില്ല നമ്മുടെ അരവിന്ദൻ. ഓ രമണിയേ, ആ പശുവിനെ ഒന്ന് അഴിച്ചേട്ടെ. ആഹാ, നേരം വിളക്കണേന് മുമ്പ് തന്നെ ഇറങ്ങിയ കുഞ്ഞൂട്ടൻ. ദൈവാധീനം ഒത്തു കിട്ടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. എന്ത് കല്യാണം? ആർക്ക്? അരവിന്ദനെ. നന്നായി നടന്നാ കൊള്ളാം. ആളെവിടെ? ദാ നിക്കണു. നിലവിലെ 3 ആളിന്റെ ആരോഗ്യമുണ്ട് നിനക്ക്. പിന്നെന്തിനാ അരവിന്ദ ഈ അഭ്യാസമൊക്കെ? അതെ, അച്ഛനില്ല. കുഞ്ഞുകുട്ടനോ? എനിക്കല്ല, കുട്ടിക്കേ. അച്ഛനില്ലാണ്ട് കുട്ടി ഉണ്ടാവണോ? അച്ഛനുണ്ടായിരുന്നു, മരിച്ചുപോയി. അയ്യോ പാവം. അയ്യോ, എന്ന് വെച്ചാ അവിടെ മോശമൊന്നും അല്ല. ആർക്ക്? കുട്ടിയുടെ വീട്ടിലേ. ഞാൻ പാവം എന്ന് പറഞ്ഞതേ ഏതോ ഒരു കുട്ടിയുടെ അവിടുത്തെ കാര്യല്ല. പിന്നെ നടക്കാത്തൊരു കാര്യത്തിന് കൂടെ ഓടി നടക്കുന്ന കുഞ്ഞുകുട്ടന്റെ കാര്യാ. നടക്കാത്ത കാര്യോ? വയസ്സത് എത്രയായി അരവിന്ദ? ഓ, 18 വയസ്സ് കഴിഞ്ഞിട്ട് 12 വർഷമല്ലായുള്ളൂ. അതാ പറഞ്ഞത്. ഇനി ഈ നാട്ടിലൊരു കല്യാണം നടക്കാൻ ബാക്കിയുള്ളത് കുറച്ച് ഇലക്ട്രിക് പോസ്റ്റിന്റെയും അരവിന്ദന്റെയും മാത്രമേ ഉള്ളൂ. അല്ല, ഒന്നുകൂടെ ബാക്കിയുണ്ട്. എന്റെ അനിയത്തി രമണി. അറിയാലോ, രമണിയേക്കാൾ 2 വയസ്സിന് ഇളയതാ ഉഷ. അവള് ഇഷ്ടപ്പെട്ട ഒരുത്തന്റെ കൂടെ വീടും കുടുംബവും കുട്ടിയൊക്കെ ആയിട്ട് കഴിയുന്നു. രമണി ജാതകം, നക്ഷത്രം, ചൊവ്വ, ബുധൻ എന്നൊക്കെ എന്തു പേരിലായാലും ഇപ്പോഴും ഈ കാവുമ്പുറത്ത് വീടിന്റെ അടുക്കളയിലും കോലായാലും മുറ്റത്ത് മാത്രമായിട്ട് ഒതുങ്ങി വെറുതെ ജീവിക്കണമെന്ന് വരുത്തി തീർക്ക. അവൾ ഒരുത്തന്റെ കൂടെ ജീവിക്കണ കണ്ടിട്ടല്ലാതെ എനിക്കൊരു പെണ്ണും വേണ്ട, കല്യാണവും വേണ്ട. ബാക്കിയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളും കെട്ടിട്ട പെണ്ണ്. എന്തേ? കുഞ്ഞുകുട്ടോ, രാവിലെ നേരത്തെ എണീക്ക. എന്തിനാ? ഒന്ന് മേലനങ്ങി വ്യായാമം ചെയ്യാം. പിന്നെ നല്ല നാടൻ മുട്ട അതൊന്ന് ചൂടാക്കാനേ പാടുള്ളേ. എന്നിട്ട് ഇങ്ങനെ ഉടച്ച് ഇങ്ങനെ വായലിക്ക് ഒഴിക്കാം. എന്നിട്ട് വീടിന് ചുറ്റും ഒരു 12 ചുറ്റ് നല്ല വേഗത്തിൽ ഓടണം. ഇതെങ്ങനെ കാല് വയ്യാതിരിക്ക. അവൾക്കൊരു കല്യാണം ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിധത്തിൽ അത് കൊണ്ടുപോവാ. അല്ലാതെ അവിടെ ഒരു ചട്ടിയുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്നെ കെട്ടിക്കാൻ വരല്ലേ. മോൻ പോയിക്കോട്ടോ. പോ. അറ്റ കൈക്ക് അരവിന്ദൻ ഇന്നൊരു1000 തന്നേ പറ്റും. വേറെ വഴിയില്ലാത്തോണ്ട് അരവിന്ദ രക്ഷിക്കണം. എന്റെ പ്രാരാബ്ദം ഗണേശ. പണ്ടത്തെ റേഷൻ കട അല്ല മോനെ ഇപ്പോ. ആഴ്ചയിൽ സപ്ലൈ ഓഫീസ് കൊണ്ട് അടയ്ക്കേണ്ടതാണെങ്കിലും അന്ന് ഈ ബാഗ് നിറയെ കാശുണ്ടായിരുന്നു. ഇപ്പൊ റേഷൻ കട വെറും ഒരു പേരായി. അരവിന്ദന്റെ ബാഗ് ഇതേ കാലിയായി. നാലും പുലി കിടന്ന മടയല്ലേ, 4 കൂടെ കാണാണ്ടിരിക്കില്ല. എന്ത് ചെയ്തിട്ടായാലും ഇന്നൊരു1000 ഒപ്പിച്ച് തന്നേ പറ്റും. 2 ദിവസം കഴിഞ്ഞ് മടക്കിത്തരടോ. ഇന്ന് 10 മണിയാ സമയം. ഒരടവ് തെറ്റിയാ മതി, ബ്ലേഡ് വീശന്മാരെ ആൾക്കാരെ ഒന്ന് വണ്ടി എടുത്തുണ്ടോ. നിന്റെ ഈ പണ്ടാരപ്പരപ്പ് കേട്ട ആരും വീണു പോകും. പക്ഷെ 2 ദിവസം കഴിയുമ്പോ തിരിച്ചു തന്നില്ലെങ്കിൽ ഞാൻ പ്രാരാബ്ദാവും. അത് നിനക്കറിഞ്ഞൂടെ ഞാൻ തെറ്റിക്കൂലെന്ന്. ബ്ലേഡ് അടവായതുകൊണ്ടാണ് അരവിന്ദ. നിനക്കറിഞ്ഞൂടാ ബ്ലേഡിന്റെ മൂർച്ച. ദാ ആ 3 ചക്രത്തിന്റെ പുറത്താ ഞാനൊരു കുടുംബം തട്ടിവിട്ടി കൊണ്ടുവന്നത്. അതെങ്ങാനും അവരെടുത്തുണ്ടായാ പിന്നെ കൊണ്ടടക്കി നേരം തെറ്റിക്കണ്ട. വലിയ ഉപകാരടാ. ചെല്ലട്ടെ. വന്നല്ലോ കടയുടെ ഓണറ്. ഒരു ദിവസം നിന്റെ കൈ കൊണ്ട് ഈ കട തുറക്കുന്നുള്ള എന്റെ ആഗ്രഹം നടക്കില്ലല്ലോ ഉസ്മാനെ. അല്ലാ, അതൊരു കഥയാണ് അരവിന്ദ. ഓ, ഒരു അരമണിക്കൂർ വൈകിയതിന് ഇനി ഞാൻ നിന്റെ ഒരു നീണ്ട കഥ കൂടി കേൾക്കണോ? വേണ്ട, കഥയല്ലേ അത്. ഞാൻ എഴുതി വല്ല മംഗളത്തിന് ആ മനോരമക്ക് അയച്ചു കൊടുത്തോളാം. ഇനി ആരും എടുത്തില്ല ക്രൈമിന് അയച്ചു കൊടുത്തോളാം. ഈ റേഷൻ കടയും കൊണ്ട് ഇനി വലിയ ഭാവി ഞാൻ കാണുന്നില്ല. ഈനാശേട്ടാ, 2 ചായ ഒന്ന് പാലേ. എടാ ഗോപിയെ, അരവിന്ദൻ അങ്ങോട്ടൊരു ചായ, ഒരു പാല്. ഈ അരവിന്ദന്റെ ഒരു പാലുകുടി. ഇവൻ കുടിക്കുന്ന പാലിന്റെ കണക്ക് നോക്കിയാ ഇവനിപ്പോ സായിപ്പന്മാരെ കടുമ്പെടുത്തിരിക്കണം. പാല് കുടിച്ചാ വെളുത്ത് വരുമോ കഴുത?
പാല് കുടിച്ചാൽ വെളുത്തു വരോ കഴുത എന്നല്ല പഴമൊഴി. കാക്ക കുളിച്ചാൽ കൊക്കാവൂന്നാ. സപ്ലാപ്പീസ് വരെ ഒന്ന് പോണം. ഈ ആഴ്ച സ്പെഷ്യൽ എന്തുണ്ടെന്ന് കേട്ടു. എന്ത് സ്പെഷ്യല്? പുറത്ത് കടയിൽ വിൽക്കുന്ന അരിയേക്കാൾ വില റേഷൻ കടയിൽ. അരവിന്ദ ടൗണിലേക്ക് ഉണ്ടോന്നോ? ഞാൻ നിന്നീ നോക്കിയിരിക്കായിരുന്നില്ല രമേശ. കടയും തുറന്നിട്ട് വായും തുറന്നിരിക്കരുതേ. പിന്നെ ഇപ്പൊ കത്തോണ്ട് പോകുന്ന ആൾക്കാർ ഈ ചീഞ്ഞു കൊടുത്തരി. അല്ല, ഇത് വീണ്ടും ഇറങ്ങിയ. ആ ഇതറിങ്ങിയതാണോ? ഞാൻ കരുതി വല്ല പുലി ഇറങ്ങിയതാണോ? പുലി ഇറങ്ങിയെങ്കിൽ സഹിക്കായിരുന്നു. ഇതിന് എന്റെ അരവിന്ദൻ ഉണ്ടാക്കുന്ന വയ്യാവലികൾ എന്തൊക്കെയാണെന്ന് പറിച്ചമ്പുരാന് മാത്രം അറിയാം. അയാളൊരു പാവാണോ. കാര്യങ്ങൾ എന്തൊക്കെയാണേലും ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിച്ചു പോവാൻ ഒരാളില്ലേ അരവിന്ദനെ? എന്തൊക്കെയുണ്ട് ഈനാശു വിശേഷങ്ങള്? പെണ്ണും പിടക്കോഴിയും കുട്ടികളും ഇല്ലാത്ത നമ്മൾ 2 വയസ്സന്മാർക്ക് പറയാൻ എന്ത് വിശേഷം പോവാല്? കടയിലോട്ട് വരികയാണേ നല്ല ഒന്നാം തരം ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, വഴി യാത്രയുടെ ആ പെങ്ങളും കുട്ടികളും നോക്കിയേക്കുവേ. ഓ ചെല്ലട്ടെ. അല്ല, ഇത് ആര്? ഇപ്പതേ ഗോപാലമാവയുടെ കാര്യം വിചാരിച്ചേ ഉള്ളൂ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതിന് ശേഷം അല്ലേ? അരവിന്ദൻ എവിടെ? അറിഞ്ഞില്ലേ? ഇല്ല. എന്ത് പെട്ടെന്നായിരുന്നു. എന്ത്? രമേശന്റെ കാറിക്കേരി സപ്ലാപ്പീസിൽ പോയത്. അപ്പോ തോന്നിയാസം മനുഷ്യരെ പേടിപ്പിച്ചോ. അതെ കുട്ടിയെ. ആ കുമാരാ, കുരുവില്ലാത്ത മുന്തിരി 1 കിലോ. കുരുവുള്ളത് തിന്നാലേ മാമന് പുളിക്കില്ലേ? അതെങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. അതെ, 2 കിലോ ഓറഞ്ച്, 1 കിലോ തക്കാളി, 2 കിലോ പേരക്ക അല്ലേ? അതൊക്കെ അറിയാം. അതെ, ഒരു വലിയ കൈതച്ചക്ക 1. അപ്പഴേ കുട്ടിയെ ഇതെല്ലാം അരവിന്ദന്റെ പട്ടിൽ എഴുതിക്കൊണ്ടോ? ചെട്ടിയാരുടെ മുണ്ട് വേണ്ടേ? പിന്നെ വേണ്ടേ? കുഞ്ഞക്കൻ ചെട്ടിയാരെ ആ ഡബിൾ മുണ്ടല്ലോ ഒന്നിങ്ങോട്ട് എടുത്തിട്ടേ. ആ, ഈ മാമൻ അരവിന്ദനെ വൈറ്റ് വാഷ് ചെയ്തേ പോകൂ. കുഞ്ഞക്കൻ ചെട്ടിയാരുടെ കടയിൽ നിന്ന് പുതിയ സെറ്റ് മുണ്ട് അങ്ങോട്ട് വാങ്ങി. മുണ്ടിനൊക്കെ എന്താ വില? കയ്യിലുള്ള ചില്ലാണ് എന്നിട്ട് അവിടെ കൊടുത്തോ ഏട്ടൻ? ഏയ്, ഞാൻ കൊടുത്താൽ ഈ അങ്ങാടി ആരെങ്കിലും ഇത് വാങ്ങിക്കുമോ? അത് അരവിന്ദൻ തന്നോളും. അരവിന്ദൻ അങ്ങാടി അല്ലടി അത്. ആളെത്തിയല്ലോ. മോളെ ഇതൊക്കെ എടുത്തു വെച്ചോ. എന്താണോ ഒരു അങ്ങാടി മുഴുവൻ ഉണ്ടല്ലോ സൈക്കിളും മേല്. ടൗണിൽ ചെന്നപ്പോ ഉഷയുടെ അവിടെ ഒന്ന് കേറി. അവരുണ്ട് ഇങ്ങോട്ട് വരെ ഒരുങ്ങിക്കണു. കടയിൽ ചെന്നപ്പോ ഗോപാലമാമ വന്നു അറിഞ്ഞു. എന്നാ പിന്നെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വെച്ചു. മത്സ്യവരാക, പക്ഷിമൃഗാദി പച്ചക്കറികളൊക്കെ ഉണ്ട്. എന്താ മോനെ ഈ വഴിക്കൊന്നും കാണുന്നില്ല? ഇടയ്ക്ക് വലിയ വലിപ്പം കൂടിയിടും. ആഹാ, അപ്പൊ പുരോഗതി ഉണ്ട്. അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ടെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഏട്ടന്. ഇവിടെ ഈ കണ്ട ആളും സ്ഥലമൊക്കെ ഇല്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാനില്ലേ പിന്നെ അവിടെ ആരാ? വീടടച്ചിട്ട് എത്ര നാളാ നിൽക്കുക? ആ, ആയ കാലത്തൊരു പെണ്ണും കെട്ടി 1/2 ഡസൻ മക്കളുണ്ടായിരുന്നു. ഈ കെട്ടി വരോ? വരരുത്, ആർക്കും വരരുത്. അതിനു വേണ്ടിയുള്ള ചില പരിപാടികളുമായിട്ടാ ഞാനിപ്പോ വന്നിരിക്കുന്നത്. മൂക്കിരിക്കുള്ള പഞ്ഞായിട്ട് കാലം വെയിറ്റ് ചെയ്യാ. അതിനിടയിൽ ഇപ്പൊ കല്യാണം. എനിക്കല്ലടാ കുറങ്ങ, ഈ വീട്ടിൽ ചിലതൊക്കെ നടത്താനുണ്ട്. ആ, നല്ലൊരു കാര്യം പറഞ്ഞ് നാക്കേന്ന് വീണില്ല. ദേ കോടിപതിയും കുടുംബവും മുറ്റത്ത്. ഗോപാലമാമയ്ക്ക് ഞങ്ങൾ LIC-കാരുടെ ഐശ്വര്യം മനസ്സിലായല്ലോ. ഇത് കണ്ടോ, LML അഡ്രീനോ 100cc സിൽവർ ഗ്രേ കിട്ടാൻ പറ്റ പാടേ. വിലയും കൂടുതലാണേ. ഒക്കെ ഉണ്ടായിട്ടെന്താ? കാശിന്റെ ഉപകാരം വേറെ ആർക്കെങ്കിലും ഉണ്ടോ? എന്താ? അല്ല, ഈ കോടിപതിയന്മാര് വിചാരിച്ചാൽ എന്താ നടക്കാത്തെന്ന് പറയുകയായിരുന്നു. കോടിപതിന് അമ്മാമ്മ കളിയാക്കൊന്നും വേണ്ട. ബാവേട്ടൻ 2ാം തവണ കോടിപതി ആയല്ലോ. ഫോട്ടോ ഉണ്ടല്ലോ പത്രത്തില്. അതിപ്പോ ആണി രോഗം സുഖപ്പെട്ടെന്നും പറഞ്ഞും പത്രത്തിൽ ആൾക്കാരുടെ ഫോട്ടോ വരും. ഫാർമസിക്കാരുടെ പരസ്യമേ. എത്ര ദിവസം എന്റെ മോളെ കണ്ടിട്ട്. അതെ, ഇത് ഇത്രയും വലിച്ചു കയറ്റി തുപ്പി കളയണോ? മണ്ണെണ്ണയ്ക്ക് എന്താ വില? വേണ്ട, കുടിച്ചിറക്ക. എന്നിട്ട് എന്റെ വായിലൊരു തിരിയിട്ട് വെക്ക. കരണ്ട് പോകുമ്പോ കത്തിക്കല്ല. കാട്ടിലെ കുറ്റിച്ചെടി മുതൽ നാട്ടിലെ കൊടിച്ചിപ്പട്ടികളുടെ കാര്യം വരെ നോക്കാൻ ഇവിടെ വന, മൃഗ, പരിസ്ഥിതി സംരക്ഷണ സമിതികളുണ്ട്, മന്ത്രിമാരുണ്ട്. പക്ഷേ റേഷൻ സെയിൽസ്മാൻമാരുടെ ഈ മണ്ണെണ്ണ കൂടി മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഒരു പട്ടിച്ചാത്തലുമില്ല. റേഷൻ കടകൾ തന്നെ വേണ്ടെന്ന് വെക്കുന്നിടത്തേക്ക് കാര്യങ്ങളുടെ പോക്ക്. എന്നിട്ട് ഇപ്പോ അതെ, ഇന്ന് കാശടച്ച് ചരക്കെടുക്കണ്ടേ? ആ, അച്ഛ കൈക്ക് അരവിന്ദനല്ലേ വന്ന് ചോദിക്കുന്നവർക്കൊക്കെ വാരിക്കൊരു കൊടുത്തോളും. എന്നിട്ട് അടവ് ദിവസം 18 അടവും പമ്പരം പാച്ചിലും എനിക്ക് പണിയും. വാസ 1500, കുഞ്ഞക്കഞ്ഞെട്ടി 750, ഫർണിച്ചർ കട മരമില്ല മൂസ 2500, പ്രാരാബ്ധം ഗണേശന 1000. ഇതെന്താ പുതിയ നാടൻ പാട്ടാ?
ബാക്കിയല്ല ഇതിൽ എഴുതിയിട്ടുണ്ട്, ഒന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നട്ടെ. ഏട്ടന്റെ കുട്ടിയല്ലേ. നിന്റെ ഈ പരിപാടി ഉണ്ടല്ലോ കടം കൊടുക്കല്, അത് നീ എന്ന് അവസാനിപ്പിക്കുന്നുവോ അന്നേ നീ ഗതി പിടിക്കൂ എന്റെ അരവിന്ദ. ഈ കാശെന്ന് പറഞ്ഞാലേ അതിങ്ങനെ കൈമാറി കൈമാറി കാര്യങ്ങൾ നടത്താനുള്ളതാ. അത് കുഴിച്ചിട്ട മുള പൊട്ടണ വിത്തൊന്നല്ല. എന്റെ വേസ്മെട്ടി ചാലിട്ടോ. അതെ, ചുറ്റിക്കളിച്ച് നേരം കളയില്ലേ. സപ്ലൈ ഓഫീസ് മാത്രല്ല, രമേശനെ കണ്ട് രമണിക്ക് സ്വർണ്ണെടുക്കാൻ ഏർപ്പാടാക്കാനുള്ളതാ. സരസ്വതി മാത്രല്ല, എന്റെ ലക്ഷ്മിയാണ്. 25-ാം തീയതി ഒന്ന് ആയി കിട്ടാൻ ഏത് നോമ്പാ ഞാൻ നോൽക്കേണ്ടത്? ഇന്നടവിന്റെ ദിവസ കടം ചോദിക്കില്ലേ ചീരുവല്യമ്മേ? സോപ്പ് സോപ്പ് അതൊക്കെ എനിക്കറിയാം. ഈ ചീരിത്തല്ലേനെ നീ പട്ടിണിക്ക് ഇടില്ല. അതെ, തൊടാനും പിടിക്കാനും നിക്കല്ലേ. എന്തെങ്കിലും സംഭവിക്കാൻ 5 മിനിറ്റ് മതി. പെണ്ണ് കെട്ടാത്ത ചെക്കനാ ഞാൻ. അരി കൊടുക്കല്ലേ, പാവാ. അതാരാ മേശയില്? എപ്പോഴും വല്യമ്മ പറയാറില്ലേ എനിക്ക് ഈശ്വരൻ തരുന്നു. ഈശ്വരൻ തന്നതാ സരസ്വതി. നീ കെട്ടാൻ പോണ പെണ്ണ കാണട്ടെ. ഓ, എന്തൊരു നിറ, എന്തൊരു ചന്തം. ഞാനിതേ എല്ലാരും ഒന്ന് കാണിക്കട്ടെ. നാടും വീടൊക്കെ വിട്ട് ഏതോ ഒരാളുടെ കൂടെ പേടിയുണ്ടോ? കണ്ടന്ന് മുതല് ഈ ഒരു ഇതില്ലേ, ഈ എന്താ പറയാ, ഒരു ഇത് സരസ്വതിയെ ദിവസം കാണണമെന്ന് തോന്നുക. സരസ്വതിയെ കുറിച്ച് ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് തോന്നുക. സരസ്വതിക്ക് ഉണ്ടായിരുന്നോ അങ്ങനെയൊക്കെ? ഉണ്ടായിരുന്നോ? തടി മറന്നുറങ്ങണ സ്വഭാവാ നിന്റെ. സരസ്വതി എങ്ങനെയാണാവോ? കല്യാണ വീട്ടില് മാത്രം കയറി കളവ് നടത്തുന്ന കള്ളന്മാരുണ്ട് അത്രേ നാട്ടില്. അതും പെണ്ണും ചെക്കനും കിടക്കണ മുറിയില് പൊന്നും പണ്ടൊക്കെ ഉണ്ടാവൂലോ. കല്യാണ തിരക്കിലൊക്കെ കണ്ടുവെച്ച് പോകും. ചിലപ്പോ മണിയറയിലെ കട്ടിലിനടിയിൽ വരെ കയറി ഒളിച്ചിരിക്കും അത്രേ വൃത്തികെട്ടവന്മാര്. ഈ മുറിയിലെ അലമാരിക്കാച്ചാ പൂട്ടുമില്ല. കുട്ടിയുടെ കയ്യിൽ ആഭരണം കുറച്ചുള്ളതാണേ. ശരി അമ്മ, ഞാൻ കരുതിക്കോളാം. നീ ആ പണ്ടങ്ങളൊക്കെ എങ്ങോട്ട് എടുത്തു തന്നോളൂ. എന്റെ അലമാരിയിൽ വെച്ച് പൂട്ടിക്കോളാം. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരു മനസമാധാനം ഉണ്ടാവില്ല. ഇനി കഥ കടച്ച് കിടന്നോ.